നമസ്കാരം. ഇറാനുമായി 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന ചർച്ച വിജയിച്ചാൽ മാത്രം, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷം ഹോർമൂസ് കടലിടുക്ക് ലോകത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ അതിന്റെ ഭരണം താനും ആയത്തുള്ളയും ചേർന്ന് സംയുക്തമായി നിർവഹിക്കാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഊർജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവ് വിട്ടതിനു ശേഷമുള്ള തന്റെ ആദ്യ പ്രതികരണത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സമാധാന കരാറിൽ തങ്ങളുടെ ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കാൻ ടെഹ്റാൻ സമ്മതിച്ചേക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ചർച്ചകൾ ശുഭകരമായി നടന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞ ട്രംപ്, അതല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം തീരും വരെ ബോംബിടുന്നത് തുടരുക ചെയ്യും. നാളെ രാവിലെ അവരുടെ സമയത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു നേരത്ത് നിർമ്മാണത്തിന് $10 ബില്യൺ ചെലവ് വന്ന അവരുടെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന നിലയങ്ങൾ തകർക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടതാണ്. അത് വളരെ മികച്ച ഒന്നായിരുന്നുവെന്നും പണത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ ഒറ്റവെടിക്ക് അത് ഇല്ലാതാകും, അത് തകർന്നടിയും. അവർ എന്തിനാണ് അത് ആഗ്രഹിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ വിജയകരമായാൽ ഇറാൻ യുദ്ധം ഒരാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. തന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അടുത്ത സഹായിയും മരുമകനുമായി ഞായറാഴ്ച ഇറാനിൽ സംസാരിച്ചുവെന്നും ചർച്ചകൾ വീണ്ടും തുടരുമെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഞങ്ങൾ വളരെ ശക്തമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നും അവ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. മിസ്റ്റർ വിറ്റ്കോഫും മിസ്റ്റർ കുഷ്നറും വളരെ ശക്തമായ ചർച്ചകളാണ് നടത്തിയത്. ഫ്ലോറിഡയിൽ നിന്നും മെഫോമിലേക്ക് തിരിക്കുന്നതിന് മുമ്പായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ഒരു കരാറിലെത്താനുള്ള യഥാർത്ഥ സാധ്യതയുടെ ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിനായി പൂർണ്ണമായും തുറന്നു കൊടുക്കുമ്പോൾ അതിന്റെ ഭരണം താനും ഇറാന്റെ അടുത്തുള്ള ആയത്തുള്ളയും ചേർന്ന് സംയുക്തമായി നിർവഹിച്ചേക്കാമെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഈ പ്രധാന ജലപാതയുടെ ചുമതല ആർക്കായിരിക്കുമെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ തനിക്കും അടുത്തുള്ള ആയത്തുള്ള ആരാണോ അവർക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നാണ് ട്രംപ് സമ്മതിച്ചിരിക്കുന്നത്. ഇറാനിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു ഭരണമാറ്റത്തിന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ഞങ്ങൾ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത് വളരെ വിവേകശാലികളും പക്വതയുള്ളവരുമായി ചേർന്നാണ്. അവർ ആരാണെന്നും ഇറാനിലുള്ളവർക്ക് വ്യക്തമായി അറിയാം. അവർ ബഹുമാനിക്കപ്പെടുന്നവരാണ്. ഒരുപക്ഷെ അവരിൽ ഒരാളായിരിക്കും ഞങ്ങൾ തേടുന്ന മാറ്റത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. ഫെബ്രുവരി 28-ന് തന്റെ പിതാവിനൊപ്പം നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റതിനു ശേഷം മൊജ്തബ ഖമേനിയെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇറാനിലെ നിലവിലെ സാഹചര്യത്തെ കുറിച്ച് പുറത്തുവരുന്ന പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണെന്നും റഷ്യ ഇത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ്ക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് പലതരത്തിലുള്ള പ്രസ്താവനകളും പുറത്തു വരുന്നുണ്ട്. അതിൽ ചിലത് പരസ്പര വിരുദ്ധമാണെന്നും ഞങ്ങൾ സാഹചര്യം നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും അവിടെ സമാധാനം വളരെ വേഗത്തിൽ തിരിച്ചെത്തിക്കുന്നത് പ്രതീക്ഷിക്കുകയാണ് എന്നാണ് പെസ്കോവ് കൂട്ടിച്ചേർത്തത്. ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ പാർലമെന്റിലെ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഹാഷിയുമായി ചർച്ചകൾ നടത്തിയതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പ്രതിനിധിയുടെ പേര് ഔദ്യോഗികമായി പുറത്തുവിട്ടില്ല എങ്കിലും ടെഹ്റാനു വേണ്ടി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഹാലിബാഫ് ആണ് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇറാനിൽ ഭരണമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു നേതാവുമായി അമേരിക്കയ്ക്ക് സമാധാന ചർച്ചകൾ നടത്തുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഫ്ലോറിഡയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കിയത്.